നമസ്കാരം. ആധുനിക യുദ്ധമുഖങ്ങളിൽ രാജ്യങ്ങളുടെ സുരക്ഷ നിർണ്ണയിക്കുന്നതിൽ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ശത്രുക്കളുടെ മിസൈലുകളും യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും ആകാശത്ത് വെച്ച് തന്നെ തകർത്തെറിയാൻ ശേഷിയുള്ള അത്യാധുനിക പ്രതിരോധ കവചങ്ങൾക്കായുള്ള മത്സരത്തിലാണ് ലോകത്തിലെ മുൻനിര രാജ്യങ്ങളെല്ലാം. ഈ രംഗത്ത് വൻ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഭാരതം സ്വന്തം നിലയിൽ വികസിപ്പിച്ചെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് പ്രോജക്റ്റ് കുശ. വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ കുറഞ്ഞ ചെലവിൽ ലോകോത്തര നിലവാരത്തിലുള്ള ആകാശ പ്രതിരോധ കവചം തീർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDO ഈ ബൃഹത്തായ പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. റഷ്യൻ നിർമ്മിത S-400 പ്രതിരോധ സംവിധാനത്തിന് കരുത്തുറ്റ ബദലായി മാറുന്ന പ്രോജക്റ്റ് കുശ രാജ്യത്തിൻ്റെ പ്രതിരോധ മേഖലയിൽ ഒരു പുതിയ ചരിത്രമെഴുതാൻ തയ്യാറെടുക്കുകയാണ്. 2018 ഒക്ടോബറിലാണ് ഇന്ത്യ 5 S-400 സ്ക്വാഡ്രണുകൾക്കായി ഏകദേശം $5.43 ബില്യൺ കരാറിൽ ഒപ്പുവെക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായ ഈ കരാർ വഴി ഇന്ത്യയുടെ ആകാശ പ്രതിരോധ ശേഷി 10 മടങ്ങ് വർദ്ധിച്ചു എങ്കിലും ഇതിനായി വലിയൊരു തുക തന്നെ ചെലവഴിക്കേണ്ടി വന്നു. ഇതിന് വിപരീതമായി പ്രോജക്റ്റ് കുശയുടെ ആദ്യഘട്ടത്തിലെ 5 സ്ക്വാഡ്രണുകൾക്കായി 2023 സെപ്റ്റംബറിൽ പ്രതിരോധ ഏറ്റെടുക്കൽ കൗൺസിൽ അംഗീകാരം നൽകിയത് വെറും 21,700 കോടി രൂപയ്ക്കാണ്. അതായത് ഏകദേശം $2.26 ബില്യൺ. S-400ൻ്റെ വലിയ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ ചെലവിൽ സമാനമായതോ അതിൽ കൂടുതലോ ശേഷി കൈവരിക്കാൻ സാധിക്കുന്നു എന്നത് തദ്ദേശീയ നിർമ്മാണത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടമാണ്. വിദേശ ആയുധങ്ങളുടെ ഉയർന്ന വിലയും പരിപാലന ചെലവും ഒഴിവാക്കി സ്വന്തം സാങ്കേതിക വിദ്യയിലൂടെ പ്രതിരോധ രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഈ പദ്ധതി ഭാരതത്തെ സഹായിക്കുന്നു. ഔദ്യോഗികമായി എക്സ്റ്റൻഡഡ് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം എന്നറിയപ്പെടുന്ന പ്രോജക്റ്റ് കുശ ഒന്നിനു പുറകെ ഒന്നായി ശത്രുക്കളെ പ്രതിരോധിക്കാൻ കഴിയുന്ന 3 തരം മിസൈലുകളായാണ് അടർത്തി മാറ്റിയെടുക്കുന്നത്. ഒരേ അടിസ്ഥാന ഘടനയും കിൽ വെഹിക്കിളും പങ്കിടുന്ന ഈ മിസൈലുകൾ ദൂരപരിധി വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രത്യേക ബൂസ്റ്റർ ഘട്ടങ്ങൾ വഴിയാണ് വ്യത്യസ്തമാക്കുന്നത്. ഈ പരമ്പരയിലെ ആദ്യ മിസൈലായ M1 ഒഡീഷ തീരത്തെ ഡോക്ടർ APJ അബ്ദുൽ കലാം ദ്വീപിൽ നിന്ന് 2026 ജൂലൈ 23 വിജയകരമായി പരീക്ഷിച്ച് വിജയിച്ചിരുന്നു. ഏകദേശം 150 കിലോമീറ്റർ ദൂരെയുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ ശേഷിയുള്ളതാണ് M1. ഇതിനു പുറമെ 250 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള M2 മിസൈലിൻ്റെ പരീക്ഷണങ്ങൾക്കും 350 മുതൽ 400 കിലോമീറ്റർ വരെ ദൂരപരിധിയിൽ ശത്രുക്കളെ നേരിടാൻ ശേഷിയുള്ള M3 മിസൈലിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും DRDO ഇപ്പോൾ അന്തിമ രൂപം നൽകി വരികയാണ്. ഈ 3 ഇൻ്റർസെപ്റ്റർ മിസൈലുകളും ഒരേ അടിസ്ഥാന രൂപകൽപ്പനയിൽ നിന്ന് ഉരുത്തിരിഞ്ഞവയാണ് എന്ന പ്രത്യേകതയുമുണ്ട്. ഇവ പരസ്പരം പങ്കുവയ്ക്കുന്ന ഏവിയോണിക്സ്, സീക്കറുകൾ, പ്രൊപ്പൽഷൻ ആർക്കിടെക്ചർ എന്നിവ നിർമ്മാണ ചെലവ് ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കുന്നു. ആകാശ് NG, ക്വിക്ക് റിയാക്ഷൻ SAM, വിഷോർ റാഡ്സ് തുടങ്ങിയ മുൻകാല തദ്ദേശീയ പദ്ധതികളിൽ വിജയം കണ്ട RF സീക്കറുകൾ, ഡ്യുവൽ പൾസ് റോക്കറ്റ് മോട്ടോറുകൾ തുടങ്ങിയ സുപ്രധാന ഘടകങ്ങൾ കുശ പദ്ധതിയിലും പുനരുപയോഗിക്കാൻ DRDOയ്ക്ക് സാധിച്ചിട്ടുണ്ട്. 3 വ്യത്യസ്ത മിസൈൽ കുടുംബങ്ങൾ ആദ്യം മുതൽ നിർമ്മിക്കുന്നതിന് പകരം ഇതിനകം തന്നെ പരീക്ഷിച്ച് വിജയിച്ച സാങ്കേതിക വിദ്യകൾ വീണ്ടും ഉപയോഗിക്കുന്നത് വഴി ഗവേഷണ ചെലവും ഉൽപ്പാദന ചെലവും വൻതോതിൽ കുറയ്ക്കാൻ സാധിക്കും. ഈ പ്രതിരോധ സംവിധാനത്തിൻ്റെ റഡാർ സംവിധാനങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ബംഗളൂരുവിലെ DRDO സ്ഥാപനമായ LRDE വികസിപ്പിച്ചെടുത്ത ഗാലിയം നൈട്രേറ്റ് അധിഷ്ഠിതമായ ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻ ചെയ്ത അറേ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ്. പഴയ ഗാലിയം ആർസനൈഡ് അധിഷ്ഠിത സംവിധാനങ്ങളെ അപേക്ഷിച്ച് ഉയർന്ന പവർ ഡെൻസിറ്റിയും മികച്ച താപ കാര്യക്ഷമതയും നൽകാൻ ഈ മൊഡ്യൂളിന് സാധിക്കും. ഇത് ശത്രുക്കളെ കണ്ടെത്താനുള്ള ദൂരപരിധി വർദ്ധിപ്പിക്കുകയും മൊബൈൽ ലോഞ്ചറുകൾ ഉപയോഗിക്കുമ്പോൾ വേണ്ട തണുപ്പിക്കൽ സംവിധാനങ്ങളുടെ ഭാരം കുറയ്ക്കുകയും ചെയ്യുന്നു. എങ്കിലും ഈ റഡാറുകൾ വൻതോതിൽ നിർമ്മിക്കുന്നത് വളർന്നു വരുന്ന ഒരു സാങ്കേതിക മേഖലയായതിനാൽ ഉൽപ്പാദന ചെലവിൻ്റെ കാര്യത്തിൽ കൃത്യമായ ജാഗ്രത ആവശ്യമാണ്. S-400മായി താരതമ്യം ചെയ്യുമ്പോൾ പ്രോജക്റ്റ് കുശയുടെ ചെലവ് 50% കുറവായിരിക്കുമെന്നാണ് പ്രാഥമിക വിലയിരുത്തലുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. 2029 മുതൽ പദ്ധതി പൂർണ്ണ തോതിലുള്ള വൻകിട ഉൽപ്പാദനത്തിലേക്ക് കടക്കുമ്പോൾ ഈ വില വ്യത്യാസത്തിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. എങ്കിലും
M1, M2, M3 എന്നീ 3 മിസൈൽ വകഭേദങ്ങളുടെയും ഒരേ സമയം ഉൽപ്പാദനം ഉറപ്പാക്കാൻ റഡാർ വിതരണ ശൃംഖലയും സീക്കർ നിർമ്മാണ ലൈനുകളും കൂടുതൽ വിപുലീകരിക്കേണ്ടതുണ്ട്. 2035ഓടെ ഇന്ത്യ പൂർണ്ണമായി യാഥാർത്ഥ്യമാക്കാൻ ലക്ഷ്യമിടുന്ന മിഷൻ സുദർശൻ ചക്ര ആകാശ പ്രതിരോധ ശൃംഖലയുടെ ഏറ്റവും പുറം കവചമായി മാറുന്ന ഈ തദ്ദേശീയ സംവിധാനം S-400 വളരെ കുറഞ്ഞ ചെലവിൽ രാജ്യത്തിന് ലഭ്യമാകുന്നത് വലിയൊരു സാമ്പത്തിക നേട്ടമാണ്. ചുരുക്കത്തിൽ വിദേശ രാജ്യങ്ങളുടെ മുന്നിൽ കൈനീട്ടാതെ സ്വന്തം ശാസ്ത്രജ്ഞരുടെ മിടുക്കിൽ ഇന്ത്യ വികസിപ്പിച്ചെടുക്കുന്ന പ്രോജക്റ്റ് കുശ രാജ്യത്തിൻ്റെ പ്രതിരോധ ചരിത്രത്തിലെ മറ്റൊരു സുവർണ അധ്യായമാണ്. സാങ്കേതിക മികവിലും പ്രതിരോധ ശേഷിയിലും ലോകത്തിലെ ഏത് അത്യാധുനിക സംവിധാനത്തോടും കിടപിടിക്കാൻ പോകുന്ന ഈ തദ്ദേശീയ ആകാശ കവചം വരും കാലങ്ങളിൽ ഇന്ത്യയുടെ വ്യോമാതിർത്തിക്ക് അതിശക്തമായ കാവലായി മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. സാമ്പത്തിക ലാഭത്തോടൊപ്പം രാജ്യത്തിൻ്റെ ആത്മവിശ്വാസം വാനോളം ഉയർത്തുന്ന ഈ മഹത് പദ്ധതി ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലേക്കുള്ള മറ്റൊരു വലിയ കുതിപ്പ് കൂടിയാണ്. വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ സ്വന്തം ശാസ്ത്രജ്ഞരുടെ മിടുക്കിൽ ഇന്ത്യ യാഥാർത്ഥ്യമാക്കുന്ന ഈ ദീർഘകാല പ്രതിരോധ കവചം വടക്കും പടിഞ്ഞാറുമുള്ള അയൽരാജ്യങ്ങളായ ചൈനയുടെയും പാകിസ്ഥാൻ്റെയും സൈനിക കണക്കുകൂട്ടലുകളെ പൂർണ്ണമായും തകിടം മറിക്കുന്ന ഒന്നായിരിക്കും. റഷ്യയുടെ S-400 സംവിധാനത്തിന് പോലും ബദലായി മാറുന്ന ഈ തദ്ദേശീയ മുന്നേറ്റം ഇരു രാജ്യങ്ങളുടെയും സൈനിക തന്ത്രജ്ഞരിൽ ഉണ്ടാക്കിയിട്ടുള്ള ആശങ്കകൾ ചില്ലറയാവില്ല. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ ദശകങ്ങളായി ഇന്ത്യൻ വ്യോമസേനയുടെ ആധിപത്യത്തെയും കൃത്യതയേറിയ ആക്രമണങ്ങളും പ്രതിരോധിക്കാൻ അവർ പാടുപെടുകയാണ്. ബാലാക്കോട്ട് വ്യോമാക്രമണവും തുടർന്നുള്ള സംഭവവികാസങ്ങളും പാകിസ്ഥാൻ സൈന്യത്തിന് നൽകിയ തിരിച്ചടി ചെറുതല്ല. ഇതിന് പരിഹാരമായി അത്യാധുനിക യുദ്ധവിമാനങ്ങളും മിസൈലുകളും സ്വന്തമാക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള പുതിയ നീക്കങ്ങൾ അവരുടെ എല്ലാ തന്ത്രങ്ങളെയും നിഷ്പ്രഭമാക്കുന്നതാണ്. പ്രോജക്റ്റ് കുശയുടെ ഭാഗമായി വികസിപ്പിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന M1, M2, M3 ഇന്റർസെപ്റ്റർ മിസൈലുകൾ 150 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ വരെ ദൂരപരിധിയിലുള്ള ലക്ഷ്യങ്ങളെ ആകാശത്ത് വച്ച് തന്നെ തകർത്ത് തരിപ്പണമാക്കാൻ ശേഷിയുള്ളവയാണ്. പാകിസ്ഥാൻ്റെ വ്യോമാതിർത്തിക്ക് ഉള്ളിൽ നിന്ന് പറന്നുവരുന്ന യുദ്ധവിമാനങ്ങളെയോ ഡ്രോണുകളെയോ അവരുടെ സ്വന്തം താവളങ്ങളിൽ വെച്ചോ അതിർത്തിക്കടുത്തുള്ള പാകിസ്ഥാൻ്റെ വ്യോമാതിർത്തിക്ക് ഉള്ളിൽ നിന്ന് പറന്നുവരുന്ന യുദ്ധവിമാനങ്ങളെയോ ഡ്രോണുകളെയോ അവരുടെ സ്വന്തം താവളങ്ങളിൽ വെച്ചോ അതിർത്തിക്കടുത്തോ വെച്ച് തന്നെ നിരീക്ഷിക്കാനും നശിപ്പിക്കാനും ഈ സംവിധാനത്തിന് സാധിക്കും. ഇത് പാകിസ്ഥാൻ്റെ വ്യോമ പ്രതിരോധ പ്ലാനുകളെയും പ്രത്യാക്രമണ ശേഷിയും പൂർണ്ണമായും നിർവീര്യമാക്കുന്നു. ഇത് പാകിസ്ഥാൻ്റെ വ്യോമ പ്രതിരോധ പ്ലാനുകളെയും പ്രത്യാക്രമണ ശേഷിയും പൂർണ്ണമായും നിർവീര്യമാക്കുന്നു. മറുവശത്ത് അതിർത്തിയിലെ സാങ്കേതിക മേധാവിത്വത്തിനായി വലിയ തോതിൽ പണം മുടക്കുന്ന ചൈനയെ സംബന്ധിച്ചിടത്തോളം പ്രോജക്റ്റ് കുശ മറ്റൊരു വലിയ തിരിച്ചടിയാണ്. ടിബറ്റൻ സ്വയംഭരണ മേഖലയിലും ആക്സൈ ചിൻ ഭാഗത്തും ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമി തങ്ങളുടെ വ്യോമതാവളങ്ങളും റഡാർ സംവിധാനങ്ങളും വൻതോതിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. J-20 പോലെയുള്ള സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളും അത്യാധുനിക ഡ്രോണുകളും ഉപയോഗിച്ച് ഇന്ത്യക്ക് മേൽ മാനസികവും സൈനികവുമായ മേധാവിത്വം സ്ഥാപിക്കാനാണ് ബെയ്ജിംഗ് ലക്ഷ്യമിടുന്നത്. എന്നാൽ ഗാലിയം നൈട്രൈഡ് അധിഷ്ഠിത AESA റഡാറുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പ്രോജക്റ്റ് കുശയുടെ വൻതോതിലുള്ള വിന്യാസം ചൈനയുടെ ഈ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യകളെപ്പോലും എളുപ്പത്തിൽ കണ്ടെത്താൻ ഇന്ത്യയെ സഹായിക്കും. ചൈനീസ് അതിർത്തിക്കടുത്തുള്ള ആകാശപാതകളിൽ പൂർണ്ണമായ നിയന്ത്രണം ഉറപ്പാക്കാൻ ഈ തദ്ദേശീയ പ്രതിരോധ കവചത്തിന് കഴിയും എന്നത് ചൈനീസ് സൈനിക നേതൃത്വത്തിന് വലിയൊരു തലവേദനയാണ്. കൂടാതെ സാമ്പത്തികമായ ഒരു വലിയ സന്ദേശം കൂടിയാണ് ഈ പദ്ധതി പാകിസ്ഥാനും ചൈനയ്ക്കും നൽകുന്നത്. ലക്ഷക്കണക്കിന് കോടി രൂപ മുടക്കി വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് പകരം വളരെ കുറഞ്ഞ ചെലവിൽ സ്വന്തമായി ലോകോത്തര നിലവാരത്തിലുള്ള ആയുധങ്ങൾ നിർമ്മിക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നുവെന്നത് നമ്മുടെ പ്രതിരോധ ശേഷിയുടെ ആത്മവിശ്വാസം വാനോളം ഉയർത്തുന്നു. S-400 പോലെയുള്ള ഇറക്കുമതി ചെയ്ത സംവിധാനങ്ങളെക്കാൾ പകുതിയിൽ താഴെ മാത്രം ചെലവിൽ സമാന ശേഷിയുള്ള 5 സ്ക്വാഡ്രണുകൾ നിർമ്മിക്കാൻ സാധിക്കുന്നത് ഇന്ത്യയുടെ ഉൽപ്പാദന മികവിനെയും സാങ്കേതിക സ്വാശ്രയത്വത്തെയും വ്യക്തമാക്കുന്നു. ഭാവിയിൽ വൻതോതിലുള്ള ഉൽപ്പാദനങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇത് ഇന്ത്യക്ക് ഏഷ്യൻ മേഖലയിലെ ഏറ്റവും ശക്തമായ ആകാശ പ്രതിരോധ ശക്തിയാകാൻ കളമൊരുക്കും. ചുരുക്കത്തിൽ പ്രോജക്റ്റ് കുശ എന്നത് കേവലം ഒരു മിസൈൽ പ്രതിരോധ സംവിധാനം മാത്രമല്ല, മറിച്ച് ഇന്ത്യയുടെ പരമാധികാരത്തിന് മേലുള്ള ഏത് കടന്നുകയറ്റത്തെയും തടയാൻ പോകുന്ന
അതിശക്തമായ ഒരു നയതന്ത്ര സൈനിക സന്ദേശമാണ്. പാകിസ്ഥാൻ്റെ വ്യോമാക്രമണ മോഹങ്ങളെയും ചൈനയുടെ സാങ്കേതിക മേധാവിത്വ ധാർഷ്ട്യത്തെയും ഒരുപോലെ പ്രതിരോധിക്കാൻ ഈ തദ്ദേശീയ പദ്ധതിക്ക് സാധിക്കും. 2035 പൂർണ്ണമായി യാഥാർത്ഥ്യമാക്കാൻ ലക്ഷ്യമിടുന്ന മിഷൻ സുദർശൻ ചക്രത്തിൻ്റെ ഭാഗമായി മാറുന്ന ഈ മഹാകവചം ഇന്ത്യയുടെ വ്യോമാതിർത്തികളെ എന്നേക്കുമായി സുരക്ഷിതമാക്കുകയും ശത്രുരാജ്യങ്ങളുടെ കണക്കുകൂട്ടലുകളെ പാടെ തെറ്റിക്കുകയും ചെയ്യും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.